يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സാധ്യമാകുന്നതിന്റെ പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ അദാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അതവന് 2 വെള്ളിയാഴ്ചകൾക്കിടയിൽ പ്രകാശം ചൊരിയും, ജീവിതത്തിൽ വെളിച്ചമേകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര കഥകളിൽ ഒന്നിനെക്കുറിച്ചുമാണ്, അഥവാ ഗുഹാവാസികളുടെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ ഗുണപാഠങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകത അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കൂടാതെ 3 കഥകൾ കൂടി, അല്ലെങ്കിൽ ഗുഹാവാസികളുടെ ചരിത്രമടക്കം 4 കഥകളാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കം. അങ്ങനെയുള്ള സൂറത്തിനെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരന്തരമായി പാരായണം ചെയ്യുന്ന സ്വഭാവം ഒരാൾക്കുണ്ടായാൽ, അതല്ലെങ്കിൽ അത് ഒരു വെള്ളിയാഴ്ച ദിവസം ഒരാളത് പാരായണം ചെയ്താൽ അത് അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ വെളിച്ചമേകും എന്ന് സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന് ഈ പ്രാധാന്യം എന്നത് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്ന 4 കഥകൾ ഒരു മനുഷ്യൻ
ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും അപകടകരമായ 4 ഫിത്നകളുടെ സന്ദർഭത്തിൽ ആ ഫിത്നകളെ, ആ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയെക്കുറിച്ച് വെളിച്ചം നൽകുന്ന കഥകളാണ് എന്നതാണ്. ഉസൂലുൽ ഫിത്തൻ, ഫിത്നകളുടെ കൂട്ടത്തിൽ ഫിത്നകളിലെ അസ്ലുകൾ അല്ലെങ്കിൽ ഫിത്നകളിൽ അസ്ലായി പരിഗണിക്കേണ്ടുന്ന 4 ഫിത്നകൾ, 4 പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളെ കുറിച്ചാണ് ഈ സൂറത്ത് പ്രതിപാദിക്കുന്നത്. അതിലൊന്നാമത്തേത് ഗുഹാവാസികളുടെ കഥയാണ്. ആ കഥയിൽ അവർ പരീക്ഷിക്കപ്പെട്ടത് എന്തിന്റെ കാര്യത്തിലാണ് എന്നും അവരഭിമുഖീകരിക്കേണ്ടി വന്ന ഫിത്ന എന്തായിരുന്നുവെന്നും അതിനെ അഭിമുഖീകരിക്കാൻ അവർ കാണിച്ച സമീപനം എന്തായിരുന്നു, നിലപാടെന്തായിരുന്നു എന്നുമൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അത് ഫിത്നത്തുൽ ദീൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഫിത്നകളിൽ ഏറ്റവും വലുത് ദീനിന്റെ കാര്യത്തിലുള്ള ഫിത്നയാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിലുള്ള, ഇസ്ലാം അനുഷ്ഠിക്കുന്ന കാര്യത്തിലുള്ള ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. അത് പ്രകോപനത്തിന്റെ രൂപത്തിൽ ആ ഫിത്നകൾ കടന്നു വരുന്നത് പോലെ തന്നെ പ്രലോഭനത്തിന്റെ രൂപത്തിലും ആ ഫിത്ന കടന്നു വരാം എന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറു എന്ന പ്രാർത്ഥന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഅ്സൂറായി വന്നിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്നിൽ അല്ലാഹുമ്മ ലാ തജഅൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങൾക്ക് വിപത്ത് സംഭവിക്കുന്നത്, ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത്, ഞങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത് ദീനിലായിരിക്കരുത്, ഞങ്ങളുടെ ദീനിന്റെ കാര്യത്തിലായിരിക്കരുത് എന്ന പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മനുഷ്യൻ ഉറപ്പായും തോറ്റുപോകാൻ സാധ്യതയുള്ള പരീക്ഷണമാണ് ദീനിന്റെ കാര്യത്തിലുള്ള പരീക്ഷണം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ആളുകൾ മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിൽക്കാല തലമുറക്കാരിൽപ്പെട്ട ഒരാൾ, നിങ്ങളുടെ കണ്ണുകൾ എത്ര അനുഗ്രഹീതമാണ്, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിച്ച കണ്ണുകളാണ് നിങ്ങളുടെ കണ്ണുകൾ, ഞങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ, ഞങ്ങളുടെ കണ്ണുകൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച വേളയിൽ മിഖ്ദാദ് അയാളെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് അബദ്ധമാണ് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കണ്ണുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കണ്ണുകൾ മാത്രമല്ല, ഞങ്ങൾ സഹാബത്തിന്റെ കണ്ണുകൾ മാത്രമല്ല, അബൂജഹലിന്റെ കണ്ണുകൾ റസൂലിനെ കണ്ട കണ്ണുകളാണ്. ധാരാളം ധിക്കാരികളുടെയും നിഷേധികളുടെയും കണ്ണുകൾ റസൂലിനെ കാണാൻ അവസരം കിട്ടിയ കണ്ണുകളാണ്. റസൂലിനെ കാണാൻ കിട്ടുക എന്നതിലല്ല, അങ്ങനെ റസൂലിനെ കാണാനും റസൂലിനെ അനുഭവിക്കാനും റസൂലുമായിട്ട് സഹവസിക്കാനും വളരെ സങ്കീർണമായ അപകടകരമായ ഒരു ജീവിത സാഹചര്യത്തിൽ റസൂലിന്റെ കൂടെ നിൽക്കണോ, റസൂലിനെ എതിർ നിൽക്കണോ എന്ന പരീക്ഷണത്തെ അഭിമുഖീകരിക്കുക എന്ന പരീക്ഷണമാണ് റസൂലിന്റെ കാലത്ത് ജീവിക്കുക എന്നതുകൊണ്ട് സംഭവിക്കുക. അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക, നിങ്ങൾ ഏത് പക്ഷത്താണാവുക എന്നത് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹു തന്ന അവസരത്തെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നതിലാണ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീനിലെ പരീക്ഷണമാണ് ഏറ്റവും കടുത്ത പരീക്ഷണം എന്ന് പറയുന്നത്. അതിനെ അതിജീവിക്കാൻ
ഗുഹാവാസികളെ പോലെ സ്ഥൈര്യവും ധൈര്യവും ഉണ്ടാവുക, ആസൂത്രണ പാഠവും ഉണ്ടാവുക, ദീനിനെ വിട്ടുകൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പരാമർശിക്കുന്ന കഥ എന്ന് പറയുന്നത് ഒരു ഉദാഹരണ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾക്ക് താങ്കൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക എന്നതാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി ശ്രദ്ധിക്കേണ്ടത്, മക്കയിലെ ധനികരായ മുശ്രിക്കുകൾ മുഹമ്മദെ, നിന്റെ കൂടെയുള്ളത് പരമദരിദ്രരായ കുറെ ആളുകളാണ്, നീ അവരെ മാറ്റി നിർത്തിയാൽ കുലമഹിമ കൊണ്ട് സാമ്പത്തിക ശേഷി കൊണ്ട് ഒക്കെ മികച്ച ഞങ്ങൾക്ക് നിന്റെ കൂടെ വന്നിരുന്ന് നീ പറയുന്നത് കേൾക്കാൻ സന്നദ്ധരാകാൻ കഴിയുമായിരുന്നു. പക്ഷെ ഈ പരമദരിദ്രരായവർ, ഈ സമൂഹത്തിലെ ഏഴകളും കൂലികളുമായ ആളുകൾ, നിന്ദ്യരായ ആളുകൾ, അവരുടെ കൂടെ വന്നിരുന്ന് നീ പറയുന്ന പുതിയ മതത്തെ കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തിട്ടൂരമിറക്കിയ വേളയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും എന്ന് പറഞ്ഞിട്ട്, ദരിദ്രരാണെങ്കിലും ദുർബലരാണെങ്കിലും നിരന്തരമായി അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ സാധുക്കളോടൊപ്പം നിൽക്കാനാണ് താങ്കൾക്ക് ബാധ്യതയുള്ളത്. ഒരിക്കൽ പോലും അവരിൽ നിന്ന് തിരിഞ്ഞ് മുഖം തിരിച്ച് അങ്ങനെയല്ലാത്ത അള്ളാഹുവിനെ മറന്നു കളഞ്ഞ ആളുകളിലേക്ക് മുഖം തിരിക്കാൻ താങ്കൾക്ക് അനുവാദമില്ല എന്ന് അള്ളാഹു താക്കീത് ചെയ്ത സന്ദർഭം. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തോട്ടക്കാരുടെ കഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദാഹരണമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറയുന്നത്. വദ്രിബ് ലഹും മസലൻ, അവർക്കൊരു ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുക. ഈ ഉദാഹരണത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാട്, അവർ അഭിമുഖീകരിക്കുന്ന കടുത്ത പരീക്ഷണമാണ് എന്നതിലുണ്ട് എന്നാണ് പറയുന്നത്. തോട്ടക്കാരന്റെ കഥയിലുള്ള ഫിത്ന എന്ന് പറയുന്നത് ഫിത്നത്തുൽ മാല, മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന, ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഫിത്നകളിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തത് മാല് കൊണ്ടുള്ള ഫിത്നയാണ്. ഈ കഥയിൽ, തോട്ടക്കാരന്റെ കഥയിൽ, അദ്ദേഹം തന്റെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും ആ സമ്പത്തിൽ മതിമറക്കുകയും അത് അദ്ദേഹത്തിൽ ഒരുതരം അഹങ്കാരം വളർത്തുകയും ആ അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തെ, അള്ളാഹുവിനെ മറന്നുകളയുകയും പരലോകത്തെ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി എന്നതാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അള്ളാഹു കനിഞ്ഞു നൽകിയ സമ്പത്തിന്റെ അനുഗ്രഹം വളരെ ഫലപ്രദമായി അള്ളാഹുവിനുള്ള വിശ്വാസം രൂഢമൂലമാകുന്നതിനും അള്ളാഹുവിന്റെ മുമ്പിൽ തനിക്കുള്ള സ്ഥാനത്തെ ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കാനും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്തുകളിൽ അള്ളാഹു വിശ്വസിച്ചേൽപ്പിച്ച ഒരു കൈകാര്യകർത്താവിന്റെ റോളിൽ നിൽക്കുന്നതിന് പകരം അഹങ്കാരിയാവുകയാണ്, എന്നിട്ട് നിഗളിക്കുകയാണ് അയാൾ ചെയ്തത്. അത് അയാളെ അന്ത്യനാളിനെയും പരലോകത്തെയും തന്നെയും നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു എന്നതാണ്. ആ കഥ വിശദമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നീട് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്ന മൂന്നാമത്തെ കഥ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിയുടെയും ഖിദ്ർ അലൈഹിസ്സലാമിയുടെയും ചരിത്രമാണ്. അത് മനുഷ്യൻ വിധേയനാകാവുന്ന പരീക്ഷണങ്ങളിൽ മറ്റൊരു പരീക്ഷണമാണ് ഇൽമു കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. ഫിത്നത്തുൽ ഇൽമാണ്. ഉസൂലുൽ ഫിത്നിൽ അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടാവുന്ന ഫിത്നകളിൽ ദീനും സമ്പത്തും കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പരീക്ഷണത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇൽമിലാണ്. തനിക്കെല്ലാമായി എന്ന് തോന്നുന്ന, തനിക്കെല്ലാം അറിയാം എന്ന് തോന്നുന്ന, ഞാൻ നേടിയ ഇൽമിനപ്പുറത്തേക്ക് ഒരു ഇൽമുമില്ല, ഒരറിവുമില്ല എന്ന് തോന്നിപ്പോകുന്ന പരീക്ഷണം ജീവിതത്തിലെ കടുത്ത പരീക്ഷണമാണ്. അങ്ങനെ
തോന്നിപ്പോയ മൂസ അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളുടെ കടപ്പ് പഠിപ്പിക്കുന്നതാണ്. നിനക്കറിയാത്ത പലതും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതിനപ്പുറത്ത് ഉള്ള യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ഖജനാവിലുള്ള ഇൽമിന്റെ അറ്റമില്ലാത്ത ഒരു സമുദ്രമാണ്. അത് നിങ്ങൾക്കറിയില്ല. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അല്ലാഹു കനിഞ്ഞു നൽകിയ ചില അംശങ്ങളല്ലാതെ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന യാഥാർത്ഥ്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് ആ പരീക്ഷണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. അവസാനത്തെ കഥ ദുൽഖർനൈൻ രാജാവിന്റെ കഥയിലൂടെ ഫിത്നത്തുൽ സുൽത്ത അല്ലെങ്കിൽ ഫിത്നത്തുൽ ഖുവ്വ, അധികാരം, പവർ, ഇതൊക്കെ ഒരാൾക്ക് ഉണ്ടാകുന്നതിലൂടെ ഒരാൾ പരീക്ഷിക്കപ്പെടുന്നതിന്റെ ചിത്രമാണത്. ദുൽഖർനൈൻ ആ പരീക്ഷണത്തിൽ വളരെ പോസിറ്റീവായി, വളരെ ഫലപ്രദമായി എങ്ങനെയാണ് ഒരു അധികാരത്തെ ശാരീരികമായും അതേപോലെ തന്നെ ഭരണപരമായുമുള്ള ശക്തിയെയും അധികാരത്തെയും എങ്ങനെയാണ് ശരിയായി വിനിയോഗിക്കുക എന്നതിന്റെ ചിത്രം പകർന്നു തരുന്ന കഥയാണ് ദുൽഖർനൈനിന്റെ. അപ്പൊ ഈ 4 ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷണത്തിൽ ശരിയായി എന്ത് നിലപാട്, എങ്ങനെ നിലപാടെടുക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള വഴിവെളിച്ചം നമുക്ക് വിതറിത്തരുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു ദൗത്യമാണ്, ഒരു പങ്കാണ് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദീനിൽ പരീക്ഷിക്കപ്പെടുമ്പോഴും, സമ്പത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോഴും, ഇൽമിൽ പരീക്ഷിക്കപ്പെടുമ്പോഴും, അധികാരത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോഴും ശരിയായ നിലപാടെടുക്കാൻ കഴിയും വിധം വിശുദ്ധ ഖുർആനിന്റെ മാർഗദർശനങ്ങൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തോട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം 2 തോട്ടങ്ങൾ ലഭിച്ചയാൾ, മുഫസ്സിറുകൾ ആ കഥ രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ മുന്നോടിയായി ഉള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അവർ 2 പേരും കേവലം സുഹൃത്തുക്കൾ എന്നതുപോലെ തന്നെ അവർ ഒരു അനന്തര സ്വത്ത് തുല്യമായി കിട്ടിയ 2 പേർ കൂടിയായിരുന്നു. അതിൽ ഒന്നാമൻ തനിക്ക് കിട്ടിയ അനന്തര സ്വത്ത് കൊണ്ട്, തന്റെ കയ്യിൽ വന്ന സമ്പത്ത് കൊണ്ട് 2 തോട്ടങ്ങൾ സൃഷ്ടിക്കുകയാണ്, ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ തോട്ടത്തെ പറ്റിയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് 2 മുന്തിരിത്തോപ്പുകൾ നാം നൽകി. അങ്ങനെ ഒരു ഭൂമിയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മുന്തിരിത്തോട്ടം, അതിനു ചുറ്റും ഈത്തപ്പനകൾ കൊണ്ട് വലയം ചെയ്തു നിൽക്കുന്ന വളരെ സുന്ദരമായ 2 തോട്ടങ്ങൾ. അങ്ങനെ മുകളിലൂടെ മുന്തിരിത്തോപ്പും ചുറ്റും ഈത്തപ്പനകളും നിലത്തിൽ ഭൂമിയിൽ മറ്റ് കൃഷികളും കൊണ്ട് സമ്പുഷ്ടമായ 2 തോട്ടങ്ങൾ, 2 മികച്ച തോട്ടങ്ങൾ. അതാണ് ഒന്നാമനുണ്ടായിരുന്നത്. രണ്ടാമൻ തനിക്ക് കിട്ടിയ സമ്പത്ത് ദൈവമാർഗത്തിൽ ചെലവഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെലവഴിച്ചു തീർക്കുകയാണ് ചെയ്തത് എന്നതാണ് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് 2 പേരും പരസ്പരം സംഭാഷണം നടത്തുന്നതിനിടയിൽ വളരെ മനോഹരമായ 2 തോട്ടങ്ങൾ, ജന്നത്തൈൻ എന്നതാണ് വിശുദ്ധ ഖുർആൻ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വർഗം പോലെ തന്നെയുള്ള 2 തോട്ടങ്ങൾ, മുന്തിരിയും ഈത്തപ്പനകളും നിലത്ത് മറ്റ് കൃഷികളും, രണ്ടിനും ഇടയിലൂടെ ഇങ്ങനെ കുതിച്ചൊഴുകുന്ന ഒരരുവിയും ഒക്കെയുള്ള വളരെ മനോഹരമായ, വളരെ സമ്പുഷ്ടമായ ഒരു സാഹചര്യം. അതിന്റെ ഉടമയായ അയാൾ, ഇതൊക്കെ അയാളെ വിനയാന്വിതനും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിൽ അള്ളാഹുവിനോട് നന്ദിയും കടപ്പാടുമുള്ളവരും ആക്കി തീർക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇതയാളിൽ തെറ്റായ പരീക്ഷണത്തിന് അയാൾ വിധേയമാവുകയാണ് ചെയ്തത്. അയാൾ ഒരു വേളയിൽ തന്റെ സുഹൃത്തിനോട്, തന്റെ മറ്റേ സുഹൃത്തിനോട് സംഭാഷണം നടത്തുന്നതിനിടയിൽ തന്റെ മനസ്സിൽ കുടികൊള്ളുന്ന അഹങ്കാരം പുറത്തേക്ക് വന്നു, വാക്കുകളായി പുറത്തേക്ക് വന്നു. അന അക്സറു മിൻക മാലൻ വനഫറ, ഞാൻ നിന്നെക്കാൾ സമ്പത്തുള്ളവൻ, നീ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു, ഞാൻ നിന്നെക്കാൾ സമ്പത്തുള്ളവനാണ്, നിന്നെക്കാൾ ആൾബലമുള്ളവനാണ്, സന്താനങ്ങൾ കൊണ്ടും അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതുള്ളവനാണ് ഞാൻ. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ബിനഫ്സിഹി,
അങ്ങനെ ആ അനുഗ്രഹീതമായ തോട്ടത്തിലേക്ക് അയാൾ പ്രവേശിക്കുന്നത് അയാൾ സ്വന്തത്തോട് തന്നെ ദുൽമ ചെയ്ത ഒരു നിലപാടുമായിട്ടാണ്. ആ സ്വന്തത്തോട് തന്നെ അയാൾ ചെയ്ത ദുൽമ എന്താണ് എന്ന് ചോദിച്ചാൽ അയാൾ സ്രഷ്ടാവായ ദൈവത്തെ മറന്നു, അള്ളാഹുവിനെ മറന്നു, അന്ത്യനാളിനെ വിസ്മരിച്ചു അദ്ദേഹം. ഇതൊക്കെ കിട്ടിയപ്പോ അയാൾ പ്രഖ്യാപിച്ചത് ഇതൊന്നും ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളൊന്നും സ്വർഗം പോലെയുള്ള ഈ അനുഗ്രഹം ഇതൊരിക്കലും നശിച്ചു പോവുകയില്ലെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനി ഇതൊക്കെ നശിച്ച് ഒരു അന്ത്യനാൾ സംഭവിച്ച് എങ്ങാനും ഒരു പരലോകം ഉണ്ടായാൽ തന്നെയും ഇവിടെ എനിക്കിതൊക്കെ നൽകിയ റബ്ബ് തന്നെയാണല്ലോ അവിടെയും റബ്ബായിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇവിടെ എനിക്ക് പദവികൾ നൽകി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവൻ അവിടെയും എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാതിരിക്കുകയില്ല എന്ന വീമ്പ് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ദുനിയാവിൽ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ അത് ഒരിക്കലും ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിലുള്ള വിജയ പരാജയങ്ങളുടെ മാനദണ്ഡമല്ല എന്നും ദുനിയാവിൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അത് സമ്പന്നതയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മനുഷ്യൻ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം അയാൾ അറിയുന്നില്ല. ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ സുന്നത്ത് അയാൾ മറന്നുപോകുന്നു. ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടതും പരലോകവുമായി ബന്ധപ്പെട്ടതും. ദുനിയാവുമായി ബന്ധപ്പെട്ട തന്നെ അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മേൽ അഹങ്കരിക്കുന്ന മനുഷ്യരെ അള്ളാഹു ഈ ദുനിയാവിൽ തന്നെ പാഠം പഠിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തായ മറ്റേ മനുഷ്യൻ അയാളോട് പറയുന്നുണ്ട്, നീ എന്റെ അന്ധബദ്ധമാണ് ഈ പറയുന്നത്. നിന്റെ ഈ തോട്ടങ്ങളൊക്കെയും ഒന്ന് കണ്ണ് പൂട്ടി തുറക്കുന്ന സമയം കൊണ്ട് എല്ലാം അള്ളാഹു നശിപ്പിച്ചേക്കാം. എനിക്കിപ്പോൾ ഒന്നുമില്ല. നീ എന്നെ സമ്പത്ത് കുറഞ്ഞവനായിട്ട് വിഭവങ്ങൾ കുറഞ്ഞവനായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്റെ റബ്ബ് എനിക്ക് മികച്ച വിഭവങ്ങൾ നൽകിയേക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അയാൾക്ക് പറഞ്ഞതാണ്. വെറുതെ ഈ കളിക്ക് നിൽക്കണ്ട, ഇത് നിനക്ക് നഷ്ടമുണ്ടാക്കും, നിനക്ക് വലിയ ദുരന്തം ഇത് സമ്മാനിക്കും എന്ന് അയാളെ ഉണർത്തിയത്. പക്ഷെ അയാൾ അത് മെയിൻറ്റ് ചെയ്തില്ല. ആ അഹങ്കാരവുമായിട്ട് അയാൾ മുന്നോട്ട് പോയി, ആ വീമ്പുമായിട്ട് അയാൾ മുന്നോട്ട് പോയി. കണ്ണ് പൂട്ടി തുറക്കുന്ന ഒരു സമയം കൊണ്ട് അയാളുടെ തോട്ടം നശിച്ചുപോയി. വലിയ സങ്കടത്തിലായി ആ മനുഷ്യൻ. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന് കണ്ണ് പൂട്ടി തുറന്നപ്പോഴേക്ക് എല്ലാം നശിച്ചിരിക്കുന്നു. താൻ അധ്വാനിച്ചതും താൻ പണം ചെലവഴിച്ചതും ആ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി താൻ പണം ചെലവഴിച്ചതുമൊക്കെ പാഴായി പോയല്ലോ എന്ന് പറഞ്ഞ അയാൾക്ക് കൈമലർത്തേണ്ടി വന്നു. യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഞാൻ എന്റെ റബ്ബിനോട് ശിർക്ക് കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പുലർത്തിയ മനസ്സ്, ഞാൻ പുലർത്തിയ അഹങ്കാരത്തിന്റെയും വമ്പിന്റെയും മനസ്സ്, ഞാൻ എന്റെ സഹോദരനോട് കാണിച്ച നീ എന്നെക്കാൾ കുറഞ്ഞവനാണ് എന്നെനിക്ക് തോന്നിയത്, നീ എന്നെക്കാൾ കുറഞ്ഞവനാണ് എന്ന് ഞാൻ അവനോട് വീമ്പ് പറഞ്ഞത്, എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് തന്നെയാണ് ഞാൻ മികച്ചവനും നീ ദൈവത്താൽ അവഗണിക്കപ്പെട്ടവരുമാണ് എന്നതിന്റെ തെളിവ് എന്ന് ഞാൻ അവനോട് പറഞ്ഞതും ആ മനസ്സ് വെച്ച് പുലർത്തിയതുമൊക്കെ എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ശിർക്കായിരുന്നു. ഞാൻ ദൈവത്തെ മറന്ന് ദൈവത്തിന്റെ സ്ഥാനത്ത് എന്റെ വമ്പിനെയും എന്റെ അഹങ്കാരത്തെയും എന്റെ ഇച്ഛയെയും കയറ്റി നിർത്തിയതിന്റെ ഫലമായിരുന്നു എന്നൊടുവിൽ അയാൾ തിരിച്ചറിയുന്നതാണ് ആ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഒടുവിൽ അദ്ദേഹം ഞാൻ അങ്ങനെ എന്റെ റബ്ബിനോട് ശിർക്ക് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ അപകടത്തിൽ, ഈ ദുരന്തത്തിൽ ഞാൻ പെട്ടുപോകുമായിരുന്നില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ വിധത്തിൽ ദീനിന്റെ കാര്യത്തിലുണ്ടാകുന്ന ഫിത്ന, അതിനുശേഷം മാലിന്റെ കാര്യത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഫിത്ന, അതിൽ പുലർത്തേണ്ടുന്ന തൗഹീദ്, അതിൽ പുലർത്തേണ്ടുന്ന വിനയം, അതിൽ പുലർത്തേണ്ടുന്ന സമ്പത്തിനെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്, സമ്പത്ത് വിനിയോഗിക്കുന്നതിനുള്ള ശരിയായ സമീപനം, ഇതൊക്കെ എങ്ങനെയാവണമെന്നതിലേക്ക് ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം വെളിച്ചം പകരുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. ഈ വിധത്തിൽ
വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിക്കുവാൻ. സവിശേഷമായി സൂറത്തുൽ കഹ്ഫിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായി ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളും മർദ്ദന പീഡനങ്ങളും ശകാരങ്ങളും ശാരീരികമായ മർദ്ദന പീഡനങ്ങളും ഒക്കെ ഉണ്ടായ ഒരു ഘട്ടത്തിൽ ഏതുതരം പരീക്ഷണങ്ങളെയും എങ്ങനെയാണ് അതിജയിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന വിധത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത സൂറത്താണ്. ആ സൂറത്താണ് നിരന്തരമായി മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും പാരായണം ചെയ്യാനുള്ള വലിയ പ്രചോദനവും പ്രേരണയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി അള്ളാഹു നൽകിയിട്ടുള്ളത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിന്ന് ജീവിതത്തിലേക്ക് വഴിവെളിച്ചം സ്വീകരിക്കുവാൻ, അതുവഴി ജീവിതത്തിൽ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള എല്ലാ പരീക്ഷണങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും എല്ലാ പ്രതിസന്ധികളെയും ശരിയായ രീതിയിൽ വിശുദ്ധ ഖുർആന്റെ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിമുഖീകരിക്കാനും അതിജീവിച്ച് മുന്നോട്ട് പോകാനുമുള്ള തുണയും തൗഫീഖും പ്രദാനം ചെയ്ത് നമ്മെ വ്യക്തികൾ എന്നുള്ള നിലക്കും ഒരു സമുദായം എന്നുള്ള നിലക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.